ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഏറ്റവും അധികം കേൾക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്ത ഒരു പേരുണ്ട്, രാഹുൽ എന്നത്. ഒരാൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ തീച്ചൂളയിലൂടെ കൊലയാളിക്ക് മുൻപിലൂടെ നടക്കുമ്പോൾ മറ്റൊരാൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു നിൽക്കേണ്ടി വരികയാണ്. രാഷ്ട്രീയ നാടകത്തിന്റെ അവസാന ക്ലൈമാക്സിൽ മാങ്കൂട്ടം എന്ന നേതാവ് എന്താകുമെന്നത് വലിയ ചോദ്യചിഹ്നമായി തുടരുന്നതിനിടയിൽ തന്നെയാണ് ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ട് 10,000-കണക്കിന് ആളുകളുടെ അകമ്പടിയോടെ രാഹുൽ മോദിക്ക് നേരെ ഇനി ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാനൊരുങ്ങുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഇപ്പോഴത്തെ സുപ്രധാനമായ ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് സുപ്രീം കോടതിയും രാഷ്ട്രപതിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നതാണ്. 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഒന്നോർക്കണം, രാജ്യത്തിന്റെ പരമാധികാരിയും അതേ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠവും പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നല്ലതിനല്ല. എന്നാൽ അതിലേക്ക് നയിച്ചതോ ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരുമാണ്. അവർക്ക് വേണ്ടത് ഈ രാജ്യത്തിന്റെ ഫെഡറൽ അധികാരത്തെ തകർക്കലാണോ, അല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതി പറഞ്ഞതുപോലെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ പാലമായി പ്രവർത്തിക്കേണ്ട ഗവർണർ കേന്ദ്രത്തിന്റെ ആളായിട്ട് മാത്രം പെരുമാറുന്നതും അത്ര നല്ലതല്ല. നിയമസഭയിൽ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇന്ന് വാദം കേൾക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം പൂർത്തിയായിരുന്നു. തമിഴ്നാടും കേരളവും എതിർവാദം ഉന്നയിക്കും. 6 മാസത്തോളം തടഞ്ഞു വെക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് കഴിഞ്ഞ തവണ വ്യക്തമാക്കിയത്. ഗവർണർ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള സുപ്രധാന കണ്ണിയാണ് എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഒരു ഭരണഘടനാ സ്ഥാപനം ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്നായിരുന്നു കേന്ദ്ര നിലപാട്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച വിധിയുമായി ബന്ധപ്പെട്ട് 14 വിഷയങ്ങളിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയിൽ നിന്ന് വ്യക്തത തേടിയത്. ഭരണഘടനയുടെ 143(1) വകുപ്പ് പ്രകാരമായിരുന്നു രാഷ്ട്രപതിയുടെ നടപടി. ഭരണഘടനയുടെ 200-201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ നിയമപരിധി ഇല്ല എന്നാണ് സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടുന്നത്. ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സൂര്യകാന്ത്, AS ചന്ദുർക്കർ, PS നരസിംഹ എന്നിവരടങ്ങിയ ബെഞ്ചും കൂടിയുണ്ട്. നേരത്തെ റഫറൻസുമായി ബന്ധപ്പെട്ട അഭിപ്രായം അറിയിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് റഫറൻസ് ഉത്തരം നൽകാതെ മടക്കണമെന്നാവശ്യപ്പെട്ട് കേരളം കോടതിയിൽ അപേക്ഷയും സമർപ്പിച്ചു. രാഷ്ട്രപതിയുടെ റഫറൻസിന് നിയമസാധുത ഇല്ല എന്നാണ് കേരളത്തിന്റെ വാദം. രാഷ്ട്രപതി ഉന്നയിച്ച 14 ചോദ്യങ്ങളിൽ 11 എണ്ണത്തിനും തമിഴ്നാട് ഗവർണർ കേസിൽ സുപ്രീം കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. കേസിൽ കോടതി ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ തിരുത്തൽ ഹർജിയോ പുനഃപരിശോധന ഹർജിയോ നൽകിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ കോടതി നിഷ്കർഷിച്ച സമയപരിധി കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് കരുതാനാവുക. ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് ഉത്തരം നൽകാതെ മടക്കണമെന്നായിരുന്നു കേരളത്തിന്റെ അപേക്ഷ. എന്താണെങ്കിലും സുപ്രീം കോടതിയും രാഷ്ട്രപതിയും ഇന്ന് നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ 14 ചോദ്യങ്ങളുടെ ഉത്തരം സുപ്രീം കോടതി എന്ത് നൽകുമെന്നുള്ളത് ഇനി